അതെ, ഞായറാഴ്ചയായിട്ട് ഫോർട്ട് കൊച്ചിയിൽ ഒരു ബിരിയാണി കഴിക്കാൻ പോയതിന്റെ കഥയാ ഞാൻ ഈ പറയുന്നത്. ചോറ് കിട്ടിയില്ല. നമ്മുടെ പേളിമണിയുടെ ഷോയ്ക്കകത്ത് അർച്ചന അശോകനല്ലേ ആള് പറഞ്ഞൊരു കാര്യമുണ്ട്, യൂറിയയിലെ ഇറച്ചിച്ചോറ് കഴിച്ചിട്ടില്ല. കഴിക്കണമെന്നുണ്ട്, പക്ഷെ അവിടെ ചെന്നിട്ട് എല്ലാം തീർന്നു. ഞങ്ങളിപ്പോ സമയത്ത് 1.5 മണിക്കൂടെ എത്തി. 1.5 മണി കഷ്ടപ്പെട്ട് ജങ്കാറില് കഷ്ടപ്പെട്ട് നിന്ന് വന്ന എല്ലാം തീർന്നു. ഇത് പ്ലാൻ എ ആയിരുന്നു, അത് അട്ടർ ഫ്ലോപ്പ് ആയി പോയി കിട്ടാത്തതുകൊണ്ട്. ഇനി പ്ലാൻ ബി, ബീഫ് ബിരിയാണി. പ്ലാൻ എ പൊളിഞ്ഞു. പ്ലാൻ ബി ബീഫ് ബിരിയാണി ഉദ്ദേശിച്ച് വന്നത്. പക്ഷെ ഇതിൻ്റെ ഒപ്പം വേറൊരു കഥ പ്ലാൻ എയിലേക്ക് നമുക്ക് പോകാം. കൈസ് ബിരിയാണി ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ കഴിച്ചിട്ടുണ്ട്. നമ്മുടെ കോട്ടയംകാർക്ക് കായ്സ് ബിരിയാണി ഒന്നും സുപരിചിതമല്ല. പക്ഷെ ഞാനിവിടെ വന്ന് ബീഫ് ബിരിയാണി നേരത്തെ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ വട്ടം കായ്സ് ബിരിയാണി കയറാന്ന് വിചാരിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് മട്ടൺ ബിരിയാണി വേണമെന്നാ. പക്ഷെ മട്ടനും ബീഫും തീർന്നത് കൊണ്ട് നമ്മൾ ചിക്കൻ ബിരിയാണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഈ 160 രൂപയുള്ള ചിക്കൻ ബിരിയാണി തരക്കേടില്ലാതെ നമുക്ക് 2 പേർക്ക് കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഉണ്ട്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് തോന്നിയത്, എൻ്റെ ടേസ്റ്റ് ബഡിന് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബീഫ് ബിരിയാണിയിലെ ബിരിയാണിയാണ്. ഇത് എൻ്റെ അഭിപ്രായം കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെ? ബീഫ് ബിരിയാണിയാണോ, നൂറിയ ബിരിയാണിയാണോ, അതോ കായ്സ് ബിരിയാണിയാണോ? നിങ്ങളുടെ ഇഷ്ടം കമന്റ് ചെയ്യ്. ഇതിന്റെ അടുത്ത ഭാഗമായിട്ട് നമ്മൾ വീണ്ടും വരുന്ന. അപ്പൊ ബൈ. കൊച്ചിയിൽ ബിരിയാണിക്ക് വന്നാൽ ഈ 1 മണി 1:30 ആകുമ്പോഴത്തേക്ക് ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ചെയ്യുന്നതിന്റെ കാരണം വേണ്ടി ആൾക്കാരോടെ ഉണ്ട്. ഇവിടെ ഉള്ളവരെന്നും കഴിക്കുന്നതല്ലേ, എന്താ പുറത്തുനിന്ന് വരുന്നവരൊന്ന് കഴിച്ചോട്ടെന്ന് ഇവർക്ക് തീരുമാനിച്ചൂടെ?